പരാതിക്കാരിക്കെതിരെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും വലിയ തരത്തിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അത് ശരിയായിട്ടുള്ള രീതിയല്ല. പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അക്കാര്യത്തിൽ കോൺഗ്രസിന് മറിച്ചൊരു അഭിപ്രായമേ ഇല്ല. എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് പൊതു നിലപാട്. പ്രതിപക്ഷ നേതാവിനെതിരെയും സൈബർ അറ്റാക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം വിഷയങ്ങളിലേക്ക് ഓരോന്നായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയോ എന്നിൽ നിന്ന് അഭിപ്രായം എടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിൻ്റെ പൊതു നിലപാടാണ് പറഞ്ഞത്. ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അക്കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ താങ്കളോട് ചോദിക്കാൻ കാര്യം, ഈ സൈബർ വിങ്ങിന്റെ തലവൻ താങ്കളായിരുന്നു. അത് അല്ല, സൈബർ കൈമാറി. പക്ഷേ താങ്കളൊക്കെ അടക്കം ഉണ്ടായിരുന്ന കാലത്ത് ഈ ആക്രമണം ഭയങ്കര രൂക്ഷമായി വരുന്നു. ഇതൊരു ചാവേർ സംഘം ഇല്ല, അത് ഒഫീഷ്യലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. വരെ ആക്രമിച്ചു. അല്ല, ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആർക്കും എന്തും പറയാലോ. പക്ഷേ ഞങ്ങളുമായിട്ട് ഒഫീഷ്യലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾക്ക് വാർത്തകൾ തരുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായ വ്യത്യാസമാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ നിയമ നടപടികളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. നിയമ നടപടികൾ അതിന്റെ നോട്ടീസ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ മസാല ബോണ്ട് നിങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. ഈ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടും കിഫ്ബിയുടെ ഫണ്ട് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ടും തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. മസാല ബോണ്ടിന്റെ 9.25% പലിശയ്ക്ക് ഇത് എടുക്കേണ്ട അത്യാവശ്യമുണ്ടോ, അതിൽ കുറഞ്ഞ സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കിഫ്ബിയുടെ ഓഡിറ്റിംഗ് സംവിധാനം കുറേ കൂടി നിയമാനുസൃതമായിട്ട് നടത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ പരിഹാസം നേരിടുകയായിരുന്നു. കിഫ്ബിയിലൂടെ അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ SPV വഴി ധനശേഖരണം നടത്തുന്നതും അത് പ്രോജക്റ്റുകൾക്ക് വേണ്ടി കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതും അത് ഞങ്ങൾ ആരും എതിരുള്ള കാര്യമല്ല. അത് പലയിടത്തും പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് തന്നെ NHAയുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ സുതാര്യത ഉണ്ടാവണം. ആ സുതാര്യതയില്ലായ്മയാണ് ഈ കേസിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ED എടുത്തിരിക്കുന്ന ഈ കേസും നോട്ടീസും ഒക്കെ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു സമ്മർദ്ദതന്ത്രമാണ്. ഇത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ അടുക്കുമ്പോൾ ED ഒരു പിടിമുറുക്കും. പിണറായി വിജയനും CPM-ഉം BJPക്ക് മുമ്പിൽ സറണ്ടർ ആവും. അതോടുകൂടി ആ വിഷയം തീരും. ഈ CJP ബന്ധം വിളക്കി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ട് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മാറരുത്. അക്കാര്യത്തിൽ കുഴപ്പങ്ങളുണ്ട് എങ്കിൽ, ക്രമക്കേടുകളുണ്ട് എങ്കിൽ, നിയമലംഘനങ്ങളുണ്ട് എങ്കിൽ നിയമാനുസൃതമുള്ള അന്വേഷണം ഉണ്ടാവണം. അത് ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തണം. ഇലക്ഷൻ എടുക്കുമ്പോൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കുക, ഇവർ പിന്നാമ്പുറത്ത് കൂടി പോയി സെറ്റിൽ ചെയ്യുക, അതോടുകൂടി പിന്നെ അവസാനിപ്പിക്കുക. ആ സമീപനം ഇതിനു മുമ്പും ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇതിലുണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. സംസ്ഥാന ഖജനാവിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഉയർന്ന പലിശയ്ക്ക് നമ്മളെടുത്ത ഈ മസാല ബോണ്ടിൽ നിന്നൂടെയൊക്കെ സമാഹരിച്ച പണം അത് അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്ത്. അതിൽ തന്നെ വലിയ ഇതുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ PricewaterhouseCoopers അടക്കമുള്ള കൺസൾട്ടൻസികളുടെ ഇടപാട്, അവർക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. അതിൽ നിയമാനുസൃതമാണ് എങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് സമ്മർദ്ദപ്പെടുത്തി BJPയോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം നാടകമാണ് എങ്കിൽ, ഇവർ തമ്മിലുള്ള CJP ബന്ധത്തെ വിളക്കി ചേർക്കുന്നതിനുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് എങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്.